പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് ഒരു പേപ്പറിനായിട്ടാണ്, ഒരു കൂട്ടം പേപ്പറുകൾക്കായിട്ടാണ്. അതാണ് ധവളപത്രം. വലിയ വാക്പോര് ഇന്ന് നിയമസഭയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ധവളപത്രം ഇന്ന് സഭയുടെ മേശപ്പുറത്തേക്ക് എത്തുകയാണ്. എന്താണ് ധവളപത്രം? അതിൽ എന്തൊക്കെയുണ്ട്? തിരുവനന്തപുരത്ത് നിന്ന് ജെയ്സൺ മണിയങ്ങാട് പറഞ്ഞു തരും. സംസ്ഥാനം പാപ്പരാണോ? എങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചത്? മുൻ സർക്കാർ ദൂർത്തടിച്ച് എല്ലാം നശിപ്പിച്ചു. ഖജനാവിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇതൊക്കെയാണ് ധവളപത്രത്തിൽ പറയുന്നത്. സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ഔദ്യോഗിക രേഖയാണ് ഈ വൈറ്റ് പേപ്പർ. നിലവിലെ സാമ്പത്തിക അവസ്ഥ മുതൽ ഭാവിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വരെ ഇതിലുണ്ടാകും. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി, എത്ര വരുമാനം, എത്ര ചിലവ്, നികുതി വരുമാനം എത്ര, വികസനത്തിന് എത്ര രൂപ ഇനി ചെലവാകും, സാമ്പത്തിക വളർച്ചയുടെ തടസ്സങ്ങൾ, മുൻ സർക്കാരിൻ്റെ സാമ്പത്തിക തീരുമാനം, ഏതൊക്കെ നടപടികളാണ് വളർച്ചയ്ക്ക് ഇനി സ്വീകരിക്കേണ്ടത്, ഇതൊക്കെയാണ് ധവളപത്രത്തിൽ ഉണ്ടാവുക. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കൂടിയായ KS ചന്ദ്രശേഖർ നയിക്കുന്ന സമിതി ഉണ്ടാക്കുന്ന ധവളപത്രത്തിൽ എന്തൊക്കെയായിരിക്കും ഉള്ളടക്കമെന്നതാണ് ഇനിയുള്ള ആകാംക്ഷ. ഈ ഉള്ളടക്കത്തെ ചൊല്ലിയാകും അടുത്ത ദിവസങ്ങളിൽ ഭരണപ്രതിപക്ഷങ്ങൾ പോരടിക്കുക. മോശം ധനസ്ഥിതി എന്ന വിലയിരുത്തലുണ്ടായാൽ അത് ഇടതുമുന്നണിക്ക് വെല്ലുവിളിയാകും. നല്ലതെങ്കിൽ ഞെളിഞ്ഞിരിക്കാം. മോശമെങ്കിൽ മെച്ചം ഇപ്പോഴത്തെ സർക്കാരിനാണ്. ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സാവകാശം കിട്ടും. വീഡിയോ ജേർണലിസ്റ്റ് അമലിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ബിഗ് TV.